പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കളോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി ദൈവം നടത്തിയ അത്ഭുതമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KC ചാക്കോ അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KC ചാക്കോ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? KC ചാക്കോ. ഞാൻ അമേരിക്കയിൽ ടെക്സസ് എന്ന സ്റ്റേറ്റിൽ ഹ്യൂസ്റ്റൺ പട്ടണത്തിനടുത്താണ് എൻ്റെ താമസം. ഞാൻ കഴിഞ്ഞ 41 വർഷങ്ങളായി അമേരിക്കയുടെ വിവിധ പട്ടണങ്ങളിലും കാനഡയിലുമായി താമസിച്ചു വരുന്നു. എൻ്റെ ഭാര്യയുടെ പേര് സെലിൻ ചാക്കോ എന്നാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. റേച്ചൽ എന്നും ഡെബി എന്നുമാണ് അവരുടെ പേര്. അവർ രണ്ടും വിവാഹിതരായി 2 പട്ടണങ്ങളിൽ താമസിക്കുന്നു. അവരെ കർത്താവിന്റെ സന്നിധാനത്തിൽ നല്ല വിശ്വാസികളായി ജീവിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലോട്ടുള്ള ഓർമ്മ ഷെയർ ചെയ്യുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവജനത്തിനും ദൈവനാമത്തിൽ വന്ദനം. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഡാനിയൽ ജോണിനെയും അരോമ ടിവിയെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ എൻ്റെ സാക്ഷ്യം പറവാൻ കർത്താവ് തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 55:22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മുടെ ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം തൻ്റെ മക്കളെ കുലുങ്ങിപ്പോകാതെ അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഫലമേൽപ്പിക്കത്തക്ക വിശ്വസ്തനായിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും കർത്താവിൽ ഫലമേൽപ്പിക്കുക. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഞാൻ ഒരു യാത്രാ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമായി 9 മക്കളുണ്ടായിരുന്നു. അവരിൽ 7ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ യാക്കോബായിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അമ്മ വളരെ ഭക്തയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അടുത്തുള്ള അന്ന് CPM എന്നറിയപ്പെട്ട, ഇന്ന് പെന്റക്കോസ്റ്റ് എന്നറിയപ്പെടുന്ന സംഘടനയിലെ സൺഡേ സ്കൂളിനെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങളെ വിടുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം കേൾക്കുകയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം എൻ്റെ മാതാവും പിതാവും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവരെ പെന്റക്കോസ് സംഘടനയിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു പാസ്റ്റർ കടന്നു വന്നു. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്തു. അന്ന് ദൈവം എന്നെ കൃപകളോടും വരങ്ങളോടും കൂടെയാണ് അഭിഷേകം ചെയ്തത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ ദൈവിക അഭിഷേകം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയും അതിൽ പോകണമെന്നുള്ള ഒരു വലിയ താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഉരുവാകുകയും ചെയ്തു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയത്ത് വടവാതൂര് പാസ്റ്റർ PM ഫിലിപ്പ് സാറ് നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ സ്കൂളിൽ പഠിക്കാനായി കടന്നുപോയി. അവിടെ അന്ന് ആ കാലത്ത് 6 മാസമേ ഉള്ളൂ ഒരു വർഷത്തെ ബൈബിൾ സ്റ്റഡി. ആ 6 മാസത്തെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞപ്പോൾ കുമളിയിൽ ഏബനേസർ എന്നറിയപ്പെടുന്ന മറ്റൊരു ബൈബിൾ സ്കൂളിൽ പോയി മറ്റ് 6 മാസം പഠിച്ചു. അങ്ങനെ 2 ബൈബിൾ സ്കൂളിലും ഈ 2 വർഷത്തെ ബൈബിൾ ക്ലാസ് പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ
രണ്ട് ബൈബിൾ സ്കൂളിലും ഈ 2 വർഷം പഠിച്ച് കഴിഞ്ഞപ്പോൾ കത്തോലിക്കര് തിങ്ങിപ്പാർക്കുന്ന തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാബു എബ്രഹാം എന്ന എന്റെ ക്ലാസ്മേറ്റുമായി ഒന്നിച്ച് ഞങ്ങൾ ഏകദേശം 1 വർഷം പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശ്മീരിൽ നിന്ന് ക്യാപ്റ്റൻ സാമുവേൽ കോട്ടയത്തുള്ള ഒരു മാസയോഗത്തിൽ കടന്നു. അദ്ദേഹം അന്ന് ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം വന്ന് ചലഞ്ച് ചെയ്തിട്ട് ചില സുവിശേഷ വേലക്കാരെ കാശ്മീരിലേക്ക് ആവശ്യമുണ്ടെന്ന് ആ മീറ്റിംഗിൽ പറയുകയുണ്ടായി. അതിന്റെ ഫലമായി പാസ്റ്റർ PM ഫിലിപ്പ് 3 പേരെ തെരഞ്ഞെടുത്തു. അവരെല്ലാം പ്രായമുള്ളവരായിരുന്നു. 10, 25, 26, 28 വയസ്സുള്ളൂ. എന്നാൽ അന്ന് എനിക്ക് വെറും 18 വയസ്സുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കാശ്മീരിൽ സുവിശേഷ വേലയ്ക്ക് പോകാൻ പ്രായമോ പക്വതയോ വിദ്യാഭ്യാസവും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വേളയിൽ മറ്റുള്ളവരെല്ലാം പിന്മാറി. അപ്പോൾ പാസ്റ്റർ PM ഫിലിപ്പ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, അവന്മാരെല്ലാം എന്നെ പറ്റിച്ചു. ഇപ്പൊ ഞാൻ ബേബിച്ചനോട് എന്ത് പറയും? ക്യാപ്റ്റൻ സാമുവേലിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ബേബിച്ചനായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ എന്നോട് അദ്ദേഹം ശൗല് ദാവീദിനോട് പറഞ്ഞതുപോലെ, നീ ബാലനാണ്, നീ കൊച്ചു പയ്യനാണ്, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, നിനക്ക് എങ്ങനെ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ എനിക്ക് അവിടെ പോകുവാനും കർത്താവിന്റെ വേല ചെയ്യുവാനും തുടങ്ങും. ഞാൻ അങ്ങനെ കാശ്മീരിലേക്ക് 73 കടന്നുപോയി. അദ്ദേഹം അന്ന് അവിടെ ക്യാപ്റ്റനായിരുന്നു. ഞാൻ അവിടെ 3 വർഷം സൂക്ഷിച്ചു. വളരെ കഷ്ടതയിലും യാതനയിലും ബുദ്ധിമുട്ടിലും മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ 3 വർഷം ഞാൻ സുവിശേഷ വേല ചെയ്തു. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. അന്ന് അവിടെയുള്ള റിയാസി, ജമ്മു, അങ്ങനെ കാശ്മീരിന്റെ സ്ഥലം വരെയും യാത്ര ചെയ്യുവാനും സുവിശേഷം പറവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ സാമുവേൽ രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ അവിടെ തുടരുവാൻ താല്പര്യമില്ല. രണ്ടാമത് എന്റെ വിദ്യാഭ്യാസം ലിമിറ്റഡ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു ബൈബിൾ കോളേജിൽ പോയി കുറച്ചുകൂടെ പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ ക്യാപ്റ്റൻ സാമുവേലും PM ഫിലിപ്പ് സാറും എന്നെ വളരെയധികം ശക്തമായി ഉപദേശിച്ചു. കാശ്മീർ വിട്ടു പോകേണ്ട ആവശ്യമില്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് കൃപയും വരവും തന്നാൽ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസോ അല്ലെങ്കിൽ 12 ശിഷ്യന്മാരിൽ ആരും തന്നെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ല, പൗലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ ഉപദേശിച്ചു. പക്ഷെ എന്റെ ഹൃദയത്തിൽ അതൊരു വലിയ താല്പര്യമായിരുന്നു, അല്പം കൂടെ ദൈവവചനം പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ശ്രമിക്കുകയും പോകുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ബൈബിൾ കോളേജിലും അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. എനിക്കൊരു മാർഗവുമില്ല. ഞാൻ 3 ദിവസം ഉപസിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു അഡ്രസ്സിൽ ഞാൻ ബാംഗ്ലൂരിലുള്ള ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്കൂളിലേക്ക് ഒരു കാർഡ് എഴുതി, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, ഞാനിങ്ങനെ കാശ്മീരിലാണ്. ഏതായാലും ലെറ്റർ കിട്ടിയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം എനിക്കൊരു കത്തല്ല, ഒരു ടെലഗ്രാം അടിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യും, ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത്. അതെന്റെ ജീവിതത്തിന്റെ വഴിത്തരമായി. ഞാനിവിടെ പോവുകയും 5 വർഷം BTHും BDയും കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ദൈവം എനിക്ക് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ BA എഴുതിയെടുക്കുവാനും കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ആ വെക്കേഷനിലൊക്കെയും ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ പ്രവർത്തിക്കുവാനും കർത്താവിന്റെ വേല ത്യാഗത്തോടെ, ബുദ്ധിമുട്ടോടെ, പ്രയാസത്തോടെ കർണാടകയിൽ മുഴുവൻ ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ വണ്ടിയിൽ പോയി ബൈബിളും ഗോസ്പലും ട്രാക്റ്റും കൊടുക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അപ്പോൾ ഈ നാളുകളിലൊക്കെയും എന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വിധത്തിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ സമയത്ത് ഞാൻ ഉപസിച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവരാരും എനിക്ക് അനുകൂലമല്ല, എന്റെ ഹിതമാണെങ്കിൽ എനിക്ക് വേണ്ടി വഴി തുറക്കണം എന്ന് ഞാൻ ഉപസിച്ചു പ്രാർത്ഥിച്ചപ്പോ ഒരു കത്തിന് പകരം എനിക്കൊരു ടെലിഗ്രാം ചെയ്ത് എന്നെ സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം എന്നെ ആത്മാഭിഷേകം തന്ന സമയത്ത് കൃപകളും വരങ്ങളും തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. എന്റെ വീട്ടിൽ ഞാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല പഠിക്കാൻ. എന്റെ സഹോദരങ്ങൾ വളരെ മിടുക്കരും
പാടാൻ കഴിവുള്ളവരും പ്രസംഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. വീട്ടുകാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ഒരു സഹോദരനെയാണ് തീരുമാനിച്ചത്. അവരുടെ കണക്കിൻ പ്രകാരം ഞാൻ അത്ര കഴിവുള്ളവനല്ല, ആയതുകൊണ്ട് അവരെന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ എന്റെ ഹൃദയത്തിലെ ഭാരവും ദൈവം എനിക്ക് തന്ന വിളിയും ഞാൻ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാനായി തീരുമാനിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിൽ മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കാഞ്ഞതിന്റെ ഫലമായി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉപദേശിമാരൻ ഒക്കെ കളിയാക്കിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും തളർന്നു പോയില്ല. അതിന് കാരണം എനിക്ക് കൃപകളും വരങ്ങളും ദൈവം തന്നിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് അനേക രോഗികൾ സൗഖ്യമായിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇവിടെ ഒരു ഉപദേശി വളരെ രോഗിയായി കിടപ്പുണ്ടെന്ന് ഞാൻ ഒരു വിഷയം കണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, നമുക്ക് അന്വേഷിക്കാമെന്ന്. അപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇദ്ദേഹം വളരെ രോഗിയായി മൂത്രമൊഴിക്കാതെ 3 ദിവസമായി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അവിടെ നടത്തുകയും ഞാൻ അവിടെ ചെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കുടിക്കുകയും മൂത്രമൊഴിച്ച് അങ്ങനെ സൗഖ്യമുള്ളവരായി തീർന്നു. അങ്ങനെ അത്ഭുത രോഗശാന്തി കർത്താവ് എന്നിൽ കൂടെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഒരു പാസ്റ്ററുടെ കൂടെ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി, ഞാൻ പേര് പറയുന്നില്ല, അവർക്കൊക്കെ സന്തോഷം വരുന്ന സംഗതികളല്ലാത്തതുകൊണ്ട്, കൂടെ താമസിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു യാത്ര ചെയ്യണം എന്ന് 15 രൂപ വേണം. ഞാൻ ആ വീട്ടിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോകുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചായയൊക്കെ കുടിച്ച് 14 രൂപ എൻ്റെ മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ 50 പൈസ അന്നത്തെ കാലഘട്ടത്തിലെ 50 പൈസ എന്ന് പറഞ്ഞാൽ ഒരു 10-15 കിലോമീറ്ററിന്റെ ദൂരമെങ്കിലും കുറഞ്ഞത് കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? 14 രൂപ എൻ്റെ മക്കളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യത്തെ ഒരു 4 മൈൽ അതിരാവിലെ എഴുന്നേറ്റ് നടക്കാം. ഞാൻ എൻ്റെ പെട്ടിയും തൂക്കി അതിരാവിലെ നടക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഉള്ളിൽ. അപ്പോൾ പെട്ടെന്നൊരു കാറ് വന്നു നിന്നു. ആ സമയത്ത് ആ കാറ് കുമളിയിൽ നിന്ന് വരണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും. അപ്പോൾ 4 മണിക്കൂർ മുമ്പേ ദൈവം ആ മനുഷ്യനെ ഉണർത്തി. എന്നിട്ട് വന്ന് നിർത്തിയിട്ട് എന്റെ പേര് ചൊല്ലിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ഈ പെട്ടിയും എടുത്ത് നടക്കുന്നത്? ഞാൻ പറഞ്ഞു, വണ്ടിയൊന്നും നിർത്തിയില്ലെന്നൊരു കള്ളവാ പറഞ്ഞത്, പൈസ ഇല്ലെന്ന് പറയാൻ പറ്റും. അദ്ദേഹം എന്നോട് കാറേ കയറാൻ പറഞ്ഞു. കാറേ കയറി അദ്ദേഹത്തിന്റെ ഒരു ഓഫീസുണ്ട്, അവിടെ ചെന്നിട്ട് എന്റെ കയ്യിൽ 10 രൂപ എടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോയി ചായ കുടിച്ചിട്ട് വന്നു, എന്നിട്ട് നീ പോ, നിനക്ക് ഇത്ര യാത്ര ചെയ്യണമല്ലോ. എന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ജീവിതത്തിൽ ദൈവം ആദ്യമായി പണത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു വലിയ സമയമാണ്. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ 10 രൂപയുടെ വില ഇന്നുവരെ എനിക്ക് 1 രൂപയ്ക്കും ഉണ്ടായിട്ടില്ല. കാരണം അന്ന് എനിക്ക് വെറും ചെറിയ പ്രായമാണ്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. കർത്താവിന്റെ ഒരു ദാസന്റെ കൂടെ നിന്ന് അദ്ദേഹം എനിക്ക് 2 രൂപ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹം കൈമലർത്തി. പക്ഷെ സ്വർഗത്തിലൊരു ദൈവമുണ്ട്, ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവം. ഞാൻ ആ ദൈവത്തോടെ അറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. അതന്നെയാണ് ഞാൻ ആ വാക്യം വായിച്ചത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊടുക്ക, അവൻ നിന്നെ പുലർത്തും. അതെന്റെ ജീവിതത്തിൽ വലിയ ബലമായി. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവം തെളിയിക്കുകയായി. അത് കഴിഞ്ഞ് എൻ്റെ സ്വാഭാവികമായ ജീവിതം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. ഞാൻ 71 സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ഇത്രയും നാളെ എനിക്ക് സുവിശേഷ വേലയുമായി പരിചയമുണ്ട്. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ കേരളത്തിൽ 2 സഭകൾ പൈനീർ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഒരു സഭ പൈനീർ ചെയ്തിട്ടുണ്ട്. കാശ്മീരിൽ ഒരു റജോറി എന്നൊരു സ്ഥലത്ത് പോയി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വന്നിട്ട് പല സ്ഥലത്ത് സഭ തുടങ്ങി. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് 50-53 വർഷത്തേക്കുണ്ട്. ചെറിയ സഭ തുടങ്ങി വലിയ സഭകളിൽ വരെ, അമേരിക്കയിലെ വലിയ സഭകൾ വരെ ഞാൻ ഭാഷണം ചെയ്യുന്നത്. കാനഡയിലെ ഏറ്റവും വലിയ സഭ കേരള ക്രിസ്ത്യൻ അസംബ്ലി ഞാൻ തുടങ്ങിയത്.
ഞാൻ ഇവിടെയുള്ള IPC എബ്രോൺ എന്നും അറിയപ്പെടുന്ന വലിയ സഭയിൽ 7 വർഷം പാസ്റ്ററായിരുന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ സഭ തുടങ്ങി വലിയ സഭ വരെ ഞാൻ പാസ്റ്ററായിരുന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരു കാര്യം ഞാൻ പഠിച്ചത്, വേദപുസ്തകത്തിലെ 3 വാക്യം എന്റെ ജീവിതത്തെ ആകപ്പാടെ മറിച്ചിട്ടുണ്ട്. 1, ഞാൻ വായിച്ച വാക്യമാണ്. 2, ആദ്യമേ ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. അതുകൂടാതെ 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം, അവന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയിരിക്കും, അത് തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇലവാടത്തില്ല, അത് ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ 3 വാക്യം എന്റെ ജീവിതത്തെ വളരെ ആഴമായി ഇടപെട്ടിട്ടുള്ള 3 വാക്യങ്ങളാണ്. ഞാൻ അത് 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ വീട്ടിലെ ഏറ്റവും തഴയപ്പെട്ട ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിക്കും, വളരെ സ്തോത്രം ചെയ്യും. ഞാൻ കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും ബൈബിള് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ ധ്യാനിക്കും. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഞാൻ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും ഇങ്ങനെ വളരെ ബൈബിൾ സ്റ്റഡികളും എടുക്കാറുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങൾ 3 ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് ദൈവം എന്റെ ജീവിതത്തിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അനുഭവം പറവാൻ തുടങ്ങിയാൽ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ തീരെയില്ലെങ്കിലും അതിപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾക്ക് ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്നും അവനിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാതെ ഒരു നാളും ആരെല്ലാം ഉപേക്ഷിച്ചാലും, ദാവീദ് പറയുന്ന ഭാഷയിൽ അപ്പനും അമ്മയും കൂടെ ഉപേക്ഷിച്ചാലും അവൻ നമ്മെ ചേർത്തുകൊള്ളുമെന്ന് ഒരു വലിയ സാക്ഷ്യത്തിന്റെ ഉടമയാണ് ഞാൻ. കർത്താവെ നമ്മളെ ഒരു നാള് തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാന് അങ്ങനെ BD കഴിഞ്ഞ ശേഷം മാവേലിക്കര താഴക്കര എന്ന സ്ഥലത്ത് ഒരു ബൈബിൾ സ്കൂളിൽ പോയി പഠിപ്പിച്ചു. അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ആ മാവേലിക്കരയാണ് അസംബ്ലീസ് റോഡിന്റെ ആദ്യത്തെ സഭയും ബൈബിൾ സ്കൂളും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനവുമില്ല. അപ്പോൾ ഞാൻ ആ വീടുകളിലെല്ലാം കയറിയാണ്. അങ്ങനെ ആദ്യം ഒരു സൺഡേ സ്കൂളാണ് ആരംഭിക്കുന്നത്. 100-200 പേര് സൺഡേ സ്കൂളിൽ വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് വരുമ്പോ ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കുന്നു. ആ വീട്ടിലെ ആൾക്കാർ യാക്കോബക്കാരാണ്. തമ്പാച്ചനും ഓമനയും എന്നാണ് അവരുടെ പേര്. ഒരു വഴിവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ബൈക്കുണ്ട്. ആ ബൈക്കിലാണ് ഞാൻ കടന്നു വന്നപ്പോൾ അച്ഛന്മാരുണ്ട്, ആൾക്കാരുണ്ട്. ഞാൻ അവിടെ ബൈക്ക് താഴ്ത്ത വെച്ചിട്ട് ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു, ഓമനയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി. അത് കഴിഞ്ഞ് അവർക്ക് ലാസ്റ്റ് റൈറ്റ് കൊടുത്തു. വലിച്ചു കിടക്കുകയാണ്, മരിക്കാൻ വേണ്ടി വലിക്കുകയാണ്. ആ സമയത്ത് അച്ഛന്മാരുണ്ട്, പലരുണ്ട്. ഏകദേശം ഒരു 100 പേര് ആ വീടിന് ചുറ്റും നിൽപ്പുണ്ട്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അകത്തേക്ക് ചെന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്ക് കുറേ അച്ഛന്മാരും ഇത്രയും മനുഷ്യരും നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എനിക്ക് കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ ഈ വീട് കയറി എല്ലാ വീട്ടിലും കയറുന്നത് കൊണ്ട് ഇവരുമായിട്ട് എനിക്ക് നല്ല പരിചയം. പക്ഷെ ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചില്ല. കട്ടിലിന്റെ അവിടെ ചെന്നിട്ട് തമ്പാച്ചനോട് ചോദിച്ചു, എന്തോ പറ്റി? അപ്പൊ തമ്പാച്ചൻ എന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞു. ഓമനയുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്, ശോചനീയമാണ്. ലാസ്റ്റ് റൈറ്റ് കൊടുത്തു. എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു 2 മിനിറ്റോളം അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ്. അന്യഭാഷയും പറഞ്ഞുണ്ട്. അവിടെ നിന്ന് അവരെല്ലാം സ്തംഭിച്ചു. ഞാൻ തന്നെ രോമാഞ്ചം കൊണ്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയായിരുന്നില്ല. ദൈവം ആ ഓമനയെ വിടുവിച്ചു. അതിന്റെ പിറ്റേ ഞായറാഴ്ച ഞാൻ 20 പേരെ ഹിന്ദുക്കളെ അടക്കം സ്നാനപ്പെടുത്തി. അങ്ങനെ അവിടെ ഒരു സഭ തുടങ്ങുകയാണ്. ആ സഭ മുഖാന്തരം അനേകര് കർത്താവിലേക്ക് രക്ഷിക്കപ്പെട്ടു. ഒരു ദിവസം RSSകാരെന്നെ വളഞ്ഞു. 10-15 പേരെ ഒരു കോണറിൽ ഒരു ഇരുട്ടിന്റെ സമയത്ത് തന്നെ അടിക്കാനായിട്ട് അവര് ഹിന്ദുക്കളെ സ്നാനപ്പെടുത്തി എന്നുള്ളതിന്റെ കെയർ. അപ്പോൾ അവരെന്നെ അടിക്കാനായി വന്നപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു,
എന്താ കാര്യം? അവര് പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാരെ നീ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കാതെ ആരുടെയും വീട്ടിൽ ഞാൻ പോകാറില്ല. ഹിന്ദുക്കൾ മറ്റേ ക്രിസ്ത്യൻസിന് വേണ്ടി പോകും. അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ അവിടേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവരെല്ലാം ഒറ്റയ്ക്ക് നമുക്ക് യേശുക്രിസ്തുവിന്റെ മുന്നിൽ നിന്ന് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ചുറ്റുപാടിൽ നിന്ന മനുഷ്യർ, പ്രായമുള്ളവർ തുടങ്ങി കൊച്ചു പിള്ളേർ വരെ വിട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഒരു 2-3 മിനിറ്റിനകം ഇവരെല്ലാവരും എന്നെ വിട്ടുപോയി. ഞാനും എന്റെ ബൈക്കും മാത്രം ശേഷിച്ചു. അങ്ങനെ ദൈവം എന്നെ പല പ്രാവശ്യവും ഇതുപോലെയുള്ള സംഘട്ടന പ്രയാസങ്ങളുടെ, പ്രതികൂലങ്ങളുടെ ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെയും എന്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ വളരെ ധൈര്യവും വിശ്വാസവും വർദ്ധിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിസ കിട്ടി 84-ൽ ഞാൻ അമേരിക്കയിലേക്ക് വരുന്നത്. അമേരിക്കയിൽ ഞാനിവിടെ വരുമ്പോ എന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, അന്ന് എനിക്ക് 29 വയസ്സുണ്ട്. നീ ഒരു വിവാഹം ഉറച്ചിട്ട് പോകണം എന്നതായിരിക്കും നല്ലത്. കാരണം അമ്മയുടെ കെറോപ്പിലാണ് വരുന്നത് കൊണ്ട് വിവാഹം കഴിച്ചിട്ട് വരാൻ പറ്റുകയില്ല. വിവാഹം കഴിക്കുന്നവരുടെ വിസ ക്യാൻസലാണ്. മകൻ എന്നുള്ള ആ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടാണ് വിസ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറച്ചിട്ട് പോരാൻ, തിരിച്ചു വരുമ്പോൾ പോയി മടങ്ങി വിവാഹം കഴിക്കാം. അങ്ങനെ ഞാൻ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിൽ വളരെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. സ്ത്രീധനമോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എന്റെ ഫാദർ ഡിമാൻഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ ഫ്രീ ആണ്. ഞാൻ പല പെൺപിള്ളാരെ കണ്ടിട്ടുണ്ട്. അവസാനം കണ്ടതാണ് സെലിനെ. അപ്പോൾ സെലിന്റെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. കത്തോലിക്കയിൽ തൊടുപുഴ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യ അവിടെ കോളേജിലെ വൈസ് ചെയർമാനൊക്കെ ഇരുന്ന കാലത്ത് അധീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാണംകേടുമുള്ള ഒരു വ്യക്തിയാണെന്ന് ഇന്ന് പുനലൂരിലെ അസംബ്ലിസോഡിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായിരിക്കുന്ന ഐസക് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. ഞാൻ പറഞ്ഞു, അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. അങ്ങനെ ഞാൻ സെലിനെ കാണാൻ ചെന്നു ഒരു വീട്ടിൽ. കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് കയറി ചെല്ലാൻ പറ്റുകയില്ല. കാരണം അവർ എല്ലാവരും കാതലിക്സാണ്. പെന്റക്കോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഏതോ ഒരു നികൃഷ്യ ദിവ്യെ കാണുന്നത് പോലെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകാൻ പറ്റുകയില്ല. പിന്നെ കുമളിയിൽ ഇവരുടെ ഒരു ബ്രദർ താമസിക്കുന്നുണ്ട്. ആ ബ്രദറെ വെളിയിൽ പോയി രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം കുമളിയിലാണ് താമസിക്കുന്നത്. അവിടേക്ക് ചെന്നപ്പോൾ സെലിൻ അവിടെ വരാമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ കുമളിയിലേക്ക് പോയത്. സെലിൻ അന്ന് ചാണ്ടിഗറിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്ത് അവധിക്ക് വന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ സെലിൻ പ്രതീക്ഷിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വന്ന ദിവസം സെലിൻ അതിന്റെ തലേ ദിവസം കുമളിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് മടങ്ങിപ്പോയി. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇതൊരു മെനക്കെട്ട കേസായല്ലോ, എനിക്കൊരു 3-4-5 ദിവസം കഴിയുമ്പോൾ അമേരിക്കയ്ക്കും പോകണം. അപ്പോൾ അത് വലിയ സമയമില്ല ഞങ്ങൾക്ക്. അതിനിടയ്ക്ക് എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും അതിനിടയ്ക്ക് സമയമില്ല. അപ്പൊ എന്റെ ഒരു യാത്ര മടങ്ങിയല്ലോ. ഞാൻ പാലക്കാട്ടു നിന്നൊക്കെയാ വരുന്നത്, അല്ലാതെ അടുത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണാതെ തൊടുപുഴ പോകാതെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകുവാൻ പ്ലാൻ ഇട്ട് വരുമ്പോൾ 100 കണക്കിന് ആൾക്കാരും ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നുണ്ട് ആ ടൗണിൽ. അപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ കടന്നു വരുന്ന മനുഷ്യനോട് പോയി സംസാരിക്കാൻ. എന്തോ സംസാരിക്കുന്നത്? 100 കണക്കിന് ആൾക്കാര് ചന്തയ്ക്ക് പോകുന്ന സമയത്ത് ഒരു മനുഷ്യനോട് എന്ന് ഞാൻ സംസാരിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയും. ഞാൻ ആകെ ബുദ്ധിമുട്ടി. പിന്നെയും എന്നോട് ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് ഞാൻ പോയി സംസാരിച്ചോണേ. അത് സെലിന്റെ ഫസ്റ്റ് കസിന്, ഒരു കത്തോലിക്കയിലെ മനുഷ്യനാണ്. അദ്ദേഹം LICയിലെ ഒരു ഉദ്യോഗസ്ഥനായി എവിടുന്നോ യാദൃശ്യമായി വന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ, ഒരു വിഷമവും ഇല്ല, നമുക്ക് രണ്ടും കൂടെ നാളെ പോയി സെലിനെ കാണാം, നിങ്ങളെ കണ്ടാൽ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അവർ കാതലിക്സ് ആണ്, സെലിനോടൊക്കെ വളരെ വിരോധമാണ്. പക്ഷെ ഈ മനുഷ്യൻ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്നേ ഞാൻ കുമളിയിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം സെലിനെ കാണാനായിട്ട് കടന്നുപോയി. ആ വിവാഹം ഉറച്ചു. ഞാൻ അമേരിക്കയ്ക്ക് പോരുകയും ചെയ്തു.
അമേരിക്കയ്ക്ക് പോന്നിട്ട് ഞാനിവിടെ വന്ന് ഒരു 3, 4, 5, 6 മാസം ചെറിയ ജോലിയൊക്കെ ചെയ്യും. ഇവിടെ അമേരിക്കയിലെ നമ്മുടെ നാട്ടിലെ പോലെ പാക്കോ കമുകോ റബ്ബറോ ഒന്നുമില്ല. ജോലി ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല. വേറെ ഒരു ആദായ മാർഗവുമില്ല. അപ്പോൾ 5, 6 മാസം ഞാൻ ജോലി ചെയ്തു. ജോലി ചെയ്തിട്ട് പോയി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് വരാൻ അവരെന്നോട് ചോദിച്ചു, എത്ര നാളെടുക്കും ഭാര്യയെ കൊണ്ടുപോകാൻ? അവരെല്ലാം കാത്തലിക്സാ. അവരുടെ വീട്ടിൽ വെച്ചല്ല കല്യാണം നടന്നത്. ഡൽഹിയിലെ താമസിച്ചിരുന്ന ആ ചർച്ചിലെ CV ആൻഡ്രൂസ് എന്ന് പറയുന്ന പാസ്റ്റർ ഒന്ന് ഡൽഹിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ആ ചർച്ചിൽ വെച്ച കല്യാണം നടന്നത്. കാരണം വേറെ ആരും വരത്തില്ല. അങ്ങനെയാണ് വിവാഹം നടന്നത്. അപ്പോൾ വീട്ടുകാരുടെ വീട്ടിൽ ഞാൻ മനഃപൂർവ്വം പോയി അവരോടൊക്കെ സംസാരിച്ച് ഒരു സ്നേഹബന്ധം പുലർത്തി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5-8 മാസം എടുക്കും. അന്ന് വെറും 4 മാസമേ ഉള്ളൂ. 84-ൽ ഫയൽ ചെയ്താൽ ഭാര്യയ്ക്ക് സ്പൗസിന് അമേരിക്കയിലേക്ക് വരാൻ വെറും 4 മാസത്തെ കാലയളവേ ഉള്ളൂ. ഞാൻ 8 മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഫയൽ ചെയ്യാൻ ഡൽഹി ചെന്നപ്പോ അവര് പറഞ്ഞു 12 മാസം. ഒന്നാമത് പെന്തക്കോസ്തുകാരെ കാണാൻ ഇഷ്ടമില്ലാത്തവരോട് ഞാൻ 8 മാസം എന്ന് പറഞ്ഞൊരു ഫയൽ ചെയ്യാൻ ചെന്നപ്പോൾ അവര് പറയാ 12 മാസം. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. കർത്താവേ, ഇവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമല്ലോ, എന്തോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ അമേരിക്കയിൽ മടങ്ങി വന്നു. ഞാനൊരു ദിവസം ഒരു കാറിനകത്തിരുന്ന് വേറൊരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ ഞാനൊരു സ്വപ്നമോ ദർശനമോ എന്തോ കാണുകയും. അതിങ്ങനെയാണ്, എനിക്കും ചിക്കൻ ബോക്സ് വരുന്നു. ഞാൻ മരണകരമായ അവസ്ഥയിലേക്ക് എത്തി. എന്റെ ചുറ്റും പലരും നിൽക്കുന്നു. പെട്ടെന്ന് സെലിൻ എന്നോട് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് കൈകാണിക്കും. പെട്ടെന്ന് ഞാൻ ഉടന്നു. കാരണം അന്ന് 29 വയസ്സൊക്കെ ഉള്ളൂ. പെണ്ണ് നമ്മൾ വിവാഹം കഴിച്ചിട്ട് അടുത്ത് വരിക എന്നൊക്കെ ഉള്ളത് ഞാൻ ഓർത്തൊരു സാധാരണ സ്വപ്നമായിരിക്കാം. പക്ഷേ എങ്കിലും അതെന്റെ ഹൃദയത്തിൽ വളരെ ഒരു ചിന്താതാണ്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയ സമയത്ത് എന്റെ ശരീരം മുഴുവൻ തല തുടങ്ങി കാലുവരെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കമ്പനിയിലെ നേഴ്സിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് ചിക്കൻ ബോക്സ് വരാൻ പോകുന്നു. അവര് ചിരിച്ചു. അവർ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ എത്രയോ ഫേക്ക് നാവുകൾ നമ്മൾ കാണുന്നു, യു ഗോ ആൻഡ് പുൾ ഇൻ ദ ഫാക്ടറി. പക്ഷേ ഞാനും അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ നെറ്റിക്ക്, എന്റെ മുഖത്ത് അങ്ങനെ 2-3 പൊങ്ങി. ചാപ്ലനായിരുന്ന MC എബ്രഹാം എന്ന് പറയുന്ന ഡൽഹിയിൽ പണ്ട് ജാപിച്ചിരുന്ന MK ചാക്കോച്ചിന്റെ മകൻ ആണ് ആ കമ്പനിയിലെ ചാപ്ലൻ. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. അസാധാരണമായി ഛർദ്ദിയിൽ. അപ്പോൾ എമർജൻസി വണ്ടി വിളിച്ച് ആശുപത്രിയിൽ പോയി. അവിടെ ചിലപ്പോൾ അവർ പറഞ്ഞു ഡീഹൈഡ്രേഷൻ ആയിരിക്കാം, വെള്ളത്തിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചായിരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് IV ഒക്കെ തന്നെ എന്നെ തിരിച്ചു വിട്ടു. 2-ാം ദിവസവും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ 2-ാം ദിവസം ചെന്നപ്പോഴത്തേന് എന്റെ കണ്ണ് നേരെ നിൽക്കുന്നില്ല, എന്റെ ശരീരത്തിന് ഒട്ടും ബലമില്ല. അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് പോയി. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എന്റെ സംസാര ശക്തി നഷ്ടപ്പെട്ടു. എന്നെ ഐസൊലേഷൻ ആക്കി 17 ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂമിലായിരുന്നു. 40 പൗണ്ട് എന്ന് പറഞ്ഞ റാത്തലാണ് കുറഞ്ഞു. അങ്ങനെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, എല്ലാ ദിവസവും ശബ്ദിച്ച് ആഹാരം കഴിക്കാൻ കഴിയാതെ, കണ്ണിന് കാഴ്ചയില്ല, ശരീരത്തിന് ബലമില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. അങ്ങനെ എൻസഫലൈറ്റിസ്, അതായത് ഇൻഫർമേഷൻ ഇൻ ബ്രെയിൻ എന്ന ഒരു വലിയ മഹാരോഗം എനിക്ക് വന്നു. എന്റെ ഡോക്ടർ ഒരു യഹൂദനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് ഗോയിങ് ടു വാക്ക്, യു വിൽ ബി ലൈക്ക് എ വെജിറ്റബിൾ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ പോയെങ്കിലും ഓർമ്മയുണ്ട്. ഞാനൊരു പേപ്പർ എടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ബിലീവ് ഇൻ ജീസസ്, ഹി വിൽ ഹീൽ മീ. I don't want to be a vegetable and live like a vegetable. അദ്ദേഹം പറഞ്ഞു, നിന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നല്ല കാര്യം. അപ്പോൾ എന്റെ പെങ്ങൾ ഒരു നേഴ്സാണ്. പെങ്ങൾ പറഞ്ഞു, ഇവന്റെ ഭാര്യ ഒരു നേഴ്സാണ്. അപ്പോൾ ഡോക്ടർമാരെ എന്നോട് ഒരു ഭാവിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സോഷ്യൽ വർക്കേഴ്സ് പറഞ്ഞ എന്നോട് നീ നടക്കയില്ല, മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്റെ പെങ്ങൾ പറഞ്ഞു,
ഇവൻ മരിക്കുന്നതിന് മുൻപ് ഇവന്റെ ഭാര്യയൊന്ന് വന്ന് കാണാൻ ഒരു കത്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം അന്നേരം തന്നെ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ ആ കത്ത് എഴുതിയത്, ഞാൻ വളരെ സീരിയസ് ആണ്, ചിലപ്പോൾ ദിവസങ്ങൾക്കകം മരിക്കും, അതിനു മുമ്പേ ഭാര്യയ്ക്ക് ഫയൽ ചെയ്തിരിക്കുക. അപ്പൊ ഫയൽ ചെയ്താൽ വിസിറ്റിംഗ് വിസ കിട്ടാതെ. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ലെറ്റർ കണ്ടു. അതിന്റെ പിറ്റേ ദിവസം തന്നെ സെലിന് വിസ കിട്ടി. സെലിൻ എന്റെ അടുത്തേക്ക് വന്നു. ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും എന്റെ രോഗം കുറയാൻ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു 8 മാസത്തിന് മുൻപേ സെലിന് കടന്നു വരുവാൻ ദൈവം മറ്റൊരു അത്ഭുതം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ദൈവവചനം പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ജോലി ചെയ്ത് ജീവിക്കാനല്ല. എന്റെ തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, അവര് പറഞ്ഞു, ഈ അമേരിക്കയിൽ എന്തെങ്കിലും ജോലി ചെയ്യാതെ ഇവിടെ സുവിശേഷ വേല എന്ന് പറഞ്ഞ് അങ്ങനെ സഭയൊന്നും ഇരിപ്പില്ല. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്രയും സഭകളൊന്നുമില്ല. അതുകൊണ്ട് നീ മെഡിക്കലായി 2 വർഷമോ 1 വർഷമോ എന്തെങ്കിലും പഠിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയ ശേഷം നിനക്ക് പഠിക്കാൻ പോകാം. കാരണം എന്റെ ഭാര്യയ്ക്ക് വിസിറ്റിംഗ് വിസയില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കാലഘട്ടം കഴിയണം. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയി വിസ കിട്ടുന്ന കാലത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, അതാണ് ബുദ്ധി കുഞ്ഞെ, ഇത് ഇന്ത്യയല്ല. എന്റെ ഭർത്താവും ഞാനും എന്തെങ്കിലും സഹായിച്ചാൽ ലിമിറ്റഡ് ആയിട്ട് സഹായമേ ചെയ്യാൻ പറ്റും. അതൊരു കുടുംബത്തെ ഒന്നും പോറ്റി നിനക്ക് പഠിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഞാൻ വെസ്റ്റ്മിൻസ്റ്റർ തിയോളജിക്കൽ സെമിനാരി എന്ന് പറഞ്ഞ അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ ഒരു സെമിനാരിയാണ്. അവിടെയാണ് ഞാൻ അഡ്മിഷന് ശ്രമിച്ചത്. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഒരു ക്രെഡിറ്റ് അവർ നന്ന് 235 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 12 ക്രെഡിറ്റ് ആണ്. ആ 12 ക്രെഡിറ്റ് പഠിക്കണമെങ്കിൽ 10ന് 2350 കൊടുക്കണം. രണ്ടും കൂടെ ആകുന്നവിടെ ഏകദേശം 3000 രൂപ ഒരു സെമസ്റ്ററിൽ വേണം. അപ്പോൾ അങ്ങനെയാണ് പഠിത്തം ചെയ്യുന്നത്. എനിക്കുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്ന ആ കാലത്ത് ഒരു ഫാക്ടറിയിൽ ഞാൻ ജോലി $6 ഉള്ളൂ ശമ്പളം ഒരു മണിക്കൂറിൽ. അങ്ങനെ ജോലി ചെയ്താൽ ഇത്രയ്ക്കുള്ള പൈസ കിട്ടും. അപ്പോൾ ഞാനത് രാജിവെക്കാൻ ഉള്ളത് രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ, ഇത് അമേരിക്കയാണ്, ഇന്ത്യ അല്ല, അപ്പനില്ല അമ്മയില്ല. എന്റെ അടുത്ത് വന്നാൽ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചു പോയ ഒരു സ്ത്രീയാണ്. എന്റെ അടുത്ത് വരുന്നാൽ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ബുദ്ധികേട് കാണിക്കരുത്. നിന്റെ ഭാര്യ നേഴ്സാണ്, പരീക്ഷ പാസ്സാകട്ടെ, വിസ കിട്ടട്ടെ, എന്നിട്ട് നീ പഠിച്ചാൽ മതി. പക്ഷേ ഈ രോഗം വന്നെന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ എനിക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഞാൻ എന്റെ ജോലി രാജിവെച്ചു. സെല്ലിന് ജോലിയില്ല, എനിക്ക് ജോലിയില്ല. എനിക്ക് ട്യൂഷൻ ഇത്രയും കൊടുക്കണം, ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് എടുക്കണം, ഞങ്ങൾക്ക് ചെലവ് വേണം, കാറ് വേണം, ഒന്നും ഇല്ല പൊതുവെ. അപ്പൊ ഞാൻ വളരെ പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ എണീച്ച് വളരെ പ്രാർത്ഥിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യും. മണിക്കൂർ കണക്കിന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഒരു മനുഷ്യനോടും ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള വലിയ വിശ്വാസം എന്നിൽ വന്ന് ഞാൻ ജോലി രാജിവെച്ചു. ജോലി രാജിവെച്ചിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ഞാൻ ആ ബൈബിൾ കോളേജിൽ ആദ്യം ഞാൻ എടുത്തത് മാസ്റ്റേഴ്സ് MAR എന്ന് പറയും, റിലീജിയസ് സ്റ്റഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ MD ഈക്വലൻസ് എത്തി. അത് കഴിഞ്ഞ് ഞാൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ MTH കഴിഞ്ഞു. അത് കഴിഞ്ഞ് പാസ്റ്റർ മിനിസ്ട്രി ആൻഡ് കൗൺസിലിംഗിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കൗൺസിലിംഗ് പഠിച്ചു. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു മനുഷ്യന്റെയും മുൻപിൽ കൈനീട്ടുവാൻ എന്റെ ദൈവം സഹായിച്ചില്ല, ഇടവരുത്തിയില്ല. നമുക്കൊരു ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വാസത്തിൽ നടന്ന പണമല്ല. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞുവല്ലോ, പഠിക്കാനൊന്നും ഞാൻ അത്ര മിടുക്കൊന്നുമായിരുന്നില്ല. വെസ്റ്റ്മിൻസ്റ്റർ തിയോളജിക്കൽ സെമിനാരിയിൽ B- ആവറേജ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 79 മാർക്ക് ഇന്ത്യൻ ക്രമത്തിൽ ഒരു ടെർമിനേറ്റീവ് ഒരു പഠിക്കാൻ സമ്മതിക്കില്ല. ഗ്രീക്ക് പഠിക്കണം, ഹീബ്രു പഠിക്കണം, ലാറ്റിനോ ഫ്രഞ്ചോ പഠിക്കണം. ഇതൊക്കെ പഠിക്കാനും ഈ അസൈൻമെന്റ് ചെയ്യുവാനും ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാം നോക്കണം. ഞാൻ ഒരു മനുഷ്യനോടും കൈനീട്ടാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ദൈവം വഴികളെ തുറന്നു. ഒരിക്കൽ പോലും ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. പഠിക്കാൻ ദൈവം എനിക്ക് ബുദ്ധി തന്നു. ഈ അസുഖം കഴിഞ്ഞ ശേഷം ഇതുവല്ലതും സാധിക്കുമോ എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയില്ല.
പക്ഷേ ആ കോളേജിൽ തന്നെ എനിക്ക് ഇത്രയും വർഷം പഠിക്കുവാനും എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്ത് ദൈവം മറ്റുള്ളവരിൽ കൂടെ പ്രവർത്തിച്ചു. വെള്ളക്കാരിൽ കൂടെയും അവരിൽ കൂടെയും ഇവരിൽ കൂടെയും ഒക്കെ പ്രവർത്തിച്ച് ഞാൻ ചോദിക്കാതെ എന്റെ കാര്യം നടത്തി സെലിൻ പരീക്ഷ പാസ്സായി ജോലി കിട്ടുന്ന നാൾ വരെ കർത്താവിന്റെ കരം അതിശക്തമായി ഞാൻ കണ്ടു. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ബുദ്ധിയില്ലാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ബുദ്ധി തരുവാൻ, കഴിവ് തരുവാൻ ദേഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ ദൈവം സാക്ഷാത്തായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പണം ചിലർ ചോദിക്കും, ആകാശത്ത് നിന്ന് മരം കുലുക്കി വീഴ്ത്തുവാൻ പറ്റുമോ? മരം കുലുക്കേണ്ട ആവശ്യമില്ല. അവന് കാക്കയോട് പറവാൻ കഴിയും, അവന് പുഴുവിനോട് സംസാരിക്കാൻ കഴിയും, അവനെ കാറ്റിനിൽ കൂടെ പ്രവർത്തിക്കുവാൻ കഴിയും. മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കാത്ത ഉന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ സകലതും നൽകാമെന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ആ സമയത്ത് ഞാൻ ന്യൂജേഴ്സിയിൽ ഒരു സഭ തുടങ്ങി. ആ സഭ 6 വർഷത്തോളം ഞാൻ ഇവിടെ പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറേറ്റിന് പോയപ്പോൾ അത് വിട്ടിട്ട് എന്റെ ഡോക്ടറേറ്റിന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. അന്ന് ഏകദേശം 10-60,000 രൂപ ശമ്പളം ഒരു വർഷം കിട്ടും. ഇവിടുത്തെ ഗ്രോസ് ആണ് 60,000 എന്ന് പറയുന്നത്. ആ സമയത്ത് കാനഡയിലുള്ള ഒരു 14-15 ഫാമിലി ഉള്ള ഒരു ചർച്ച് എന്നോട് അവരെ വെച്ചെന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ വീടും സെല്ലിന്റെ ജോലിയും, കാരണം കാനഡ വേറൊരു രാജ്യമാണ്, അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ ലൈസൻസ് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഈ 15 ഫാമിലിക്ക് സഹായിക്കാവുന്ന ഒരു പരിമിതിയുണ്ട്. ഞങ്ങൾക്കൊണ്ട് അന്ന് ലഭിച്ചുകൊണ്ടിരുന്നതിന്റെ 4/1 ഇൻകം പോലും ഇല്ല. ആ ഇൻകത്തിന് ഞങ്ങൾ ജോലിയും വിട്ട്, രാജ്യവും വിട്ട്, ഞങ്ങളുടെ വീടും വിട്ട് അവിടെ മിനിസ്ട്രിക്കായി കടന്നുപോയി. അവിടെ ഒരു നല്ല സഭ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് സെലിൻ അവസാനം വർഷത്തിലേക്ക് 7 വർഷം അവിടെ ഞങ്ങൾ പാസ്റ്ററായിരുന്നു. അപ്പോൾ ക്യാൻസർ വരിക, നമ്മുടെ എല്ലാം വിട്ട് കർത്താവിനെ സേവിക്കാൻ ജോലിയും വിട്ട് വരുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം നമ്മൾക്ക് ദൈവം ഒരു സൈഡിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറു സൈഡിൽ പരീക്ഷകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും, എന്റെ രോഗം കഴിഞ്ഞപ്പോൾ സെലിനാണ് പിന്നെ രോഗം മുഴുവൻ. അതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് കാണാൻ കഴിയും. സെലിനെ ഇവിടെ വന്ന കാലം തുടങ്ങി ഒന്നല്ലെങ്കിൽ വേറൊരു രോഗം ബാധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് 2-3 പ്രാവശ്യം സെലിന് മിസ്കാരേജ് ഉണ്ടായി. പല വലിയ പ്രശ്നങ്ങളുണ്ടായി. കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ സാധ്യത കുറവാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 ദിവസം ഞാൻ ഉപവസിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സെലിൻ അന്ന് 2 മാസം ഗർഭിണിയായി, ഈ കുഞ്ഞിനെ നിനക്ക് ലഭിക്കും. അതിനു മുമ്പേ പല മിസ്കാരേജ് നടന്നു. അപ്പോൾ ഇത് സെലിന് ബ്ലീഡിങ് തുടങ്ങി. അപ്പോഴാണ് ദൈവാത്മാവിനോട് പറഞ്ഞ്, ഈ പൈതലിനെ നിനക്ക് കിട്ടും. അപ്പോഴത്തേന് സെലിൻ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അത് ചെയ്തിട്ട് ഞാൻ വരാൻ നിന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ്. അപ്പോൾ ഡോക്ടർമാർ പറയട്ടെ കുഞ്ഞുണ്ടാകത്തില്ല, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് ബുദ്ധിയില്ലാതിരിക്കട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുന്നത് പോഷത്വമായിരിക്കട്ടെ, ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്താൽ ദൈവം നമ്മെ അപമാനിക്കുകയില്ല. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ പിന്നെ കർത്താവ് നൽകി. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കാണാൻ ഇടയാക്കിയത്. കാനഡയിൽ പോയി 7 വർഷം പാസ്റ്ററായി വളരെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു. അതിന്ന് കാനഡയിലെ ഏറ്റവും വലിയ ചർച്ചാണ് കേരള ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെലിന് ക്യാൻസർ പിടിക്കുന്നത്. ക്യാൻസർ കിട്ടിയപ്പോൾ അമേരിക്കയിലാണ് സെലിന്റെ സിറ്റിസൺഷിപ്പ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ചർച്ചായി ഇന്ന് അറിയപ്പെടുന്ന IPC എബ്രോൺ എന്ന് പറയുന്ന സഭ എന്നെ പാസ്റ്ററായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ക്യാൻസർ തെളിഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ക്യാൻസറാണ്, എന്തോ ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമില്ല, വരാൻ പറഞ്ഞു. അവിടെ
അമേരിക്കയിൽ ഒരു ആശുപത്രിയിൽ പോകാൻ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട, എന്റെ ദൈവമേ എന്തു ചെയ്യും. 3 മാസത്തെ ട്രീറ്റ്മെന്റ് കാനഡയിൽ നടന്നു. പിന്നെയും ഉള്ള ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ നടക്കണം. ഒരു ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരാൾക്കൊരു രോഗമാണെങ്കിൽ അതിന്റെ നടുക്കിൽ വെച്ച് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൊടുക്കണം ഇൻഷുറൻസ് കിട്ടണം തന്നെ. ക്യാൻസർ പേഷ്യൻസിന് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പ്രാർത്ഥനയല്ലാതെ വേറെ മാർഗമില്ലാതിരിക്കുമ്പോൾ, ഞങ്ങളുടെ ഒരു സ്നേഹിതയിൽ കൂടെ ഒരു മുസ്ലിം ഡോക്ടർ വന്ന് പറയാണ്, നിനക്ക് വേണ്ടുന്ന സകല ട്രീറ്റ്മെന്റും അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പൈസ ഇല്ലെന്നോർത്ത് ട്രീറ്റ്മെന്റ് ഒരിക്കലും മുടക്കരുത്. അദ്ദേഹം ബാക്കിയുള്ള എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു. എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് ഇത് അസാധ്യമാണെങ്കിലും നമ്മുടെ ദൈവത്താൽ ഇത് സകലതും സാധ്യമാണെന്ന് പറവാനായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. സെല്ലിലെ ക്യാൻസർ 2000 മാർച്ചിലായിരുന്നു. ഇപ്പോൾ 24 വർഷമായി. പിന്നീട് അതിൻ്റെതായ ഒരു മരുന്നും എടുക്കാതെ കർത്താവ് ഇന്നുവരെ ആരോഗ്യത്തോട് സൂക്ഷിക്കുന്നു. നമ്മളെ സഹായിക്കുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, അനുഭവത്തിൽ നമുക്കിത് കാണാൻ കഴിയും. എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാൻ എബ്രോൺ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്ന കാലത്ത് സെലിൻ ഒരു തീരുമാനമെടുത്തു. ക്യാൻസർ വന്ന് സൗഖ്യമായി എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയാൽ സെലിന്റെ സാലറി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇൻകം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ മിഷൻ വർക്കിന് വേണ്ടി കൊടുക്കുമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്ത് ഞങ്ങൾ ഒരു സഭ ആദ്യം തുടങ്ങി ബംഗാളിൽ. എന്നിട്ട് അത് 70 സഭ വരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് സഭകൾ ഉണ്ടാക്കി. പലയിടത്ത് സഭാ ഹാൾ ഉണ്ടാക്കി, കിണറുകൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടാക്കി. അവിടെ ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് ഓരോ വിശ്വാസികളായി. ഞാൻ അവർക്ക് 5 വർഷം സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം ലിമിറ്റഡ് ആണ്, ഞാൻ ആരോടും പൈസ ചോദിക്കാതിരിക്കുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഇൻകം പെട്ടെന്ന് ഇല്ലാതെ പോയി. ഞാൻ ഇരുന്ന സഭയിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ സഭയില്ലാതെ വന്ന കാലഘട്ടത്തിൽ ഒരു മാസം $5000 സപ്പോർട്ടിന് വേണം. 5000 രൂപ എന്ന് പറഞ്ഞാൽ 3000 രൂപ ബംഗാളിൽ 70 സഭയ്ക്കും ബൈബിൾ സ്കൂളിനും ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും എല്ലാത്തിനും വേണം. ഞാൻ വേറെ തൊടുപുഴയിൽ ഒരു ബൈബിൾ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. 24 വർഷം അതിന്റെ പണം എത്രയാണോ അത് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അതുകൂടാതെ കൗൺസിലിംഗ് സെന്ററിന് വേണ്ടി ഒരു $1000 ആവശ്യമാണ്. അങ്ങനെ $5000 ഒരു മാസം മിനിസ്ട്രിക്ക് വേണ്ടി വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഇൻകം നഷ്ടപ്പെടുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ലജ്ജിപ്പിക്കാൻ ഇടയാക്കരുത്. വളരെ പ്രാർത്ഥിക്കും. രാവിലെ എണീക്കും, 4 മണിക്ക് എണീക്കും, 5 മണിക്ക് എണീക്കും, പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം എനിക്ക് ഒരു ഇൻകവുമില്ല, ഒരു പൈസയും എനിക്ക് ഇൻകമില്ല. സെലിൻ കിട്ടുന്ന ഇൻകം മാത്രമേ ഉള്ളൂ. ഇവിടെ വീടുണ്ട്, അതിന്റെ മോർഗേജ് ഉണ്ട്, കാറുണ്ട്, അതിന്റെ പേയ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സകല ചെലവുകളുണ്ട്. ഒരാളുടെ ഇൻകം കൊണ്ട് കഷ്ടിച്ച ഒരു വീട് കഴിഞ്ഞു പോകുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇത്രയും രൂപ ഉണ്ടാക്കും? ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി വീട്ടിലേക്ക് കയറി വന്നു, ഏറെ ഒരാവശ്യത്തിന് എന്നോട് ചോദിക്കുകയാണ്, ഇന്നെന്റെ ഒരു പൈസയും പാസ്റ്റർ, ഞാനൊരു ചെക്ക് തരട്ടെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മിഷനുണ്ട്, അതിന് തന്ന രസീത് തരാം. അവരെനിക്ക് തന്ന ചെക്ക് എത്രയാണെന്നൊക്കെയോ, $4000. ആ മാസം എനിക്ക് തികയാത്ത 4000 രൂപ അന്ന് തന്നു. അടുത്ത മാസം കർത്താവേ പൈസ ഇല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടിയെ പണ്ട് അല്പം സഹായിച്ചിട്ടുണ്ട്. അവളെ കാണാൻ വന്ന ഒരു ചെറുക്കൻ, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി കാണാൻ മറ്റൊരു പട്ടണത്തിൽ നിന്ന് വന്നൊരു പയ്യൻ പോകാൻ നേരത്തെ ഇതുപോലൊരു ചെക്ക് എഴുതി തന്നു, ആ മാസത്തേക്ക് വേണ്ടുന്ന പൈസ. ഇങ്ങനെ ഓരോ മാസവും പെന്തക്കോസുകാരും അല്ലാത്തവരും വെളിയിലുള്ളവരും ആയ വ്യക്തികളിൽ കൂടെ കർത്താവ് 12 വർഷം ആ മിനിസ്റ്റർ, ഞാൻ 5 വർഷം പറഞ്ഞു, 10 ആയി, 12 വർഷം അത് സഹായിക്കുവാൻ ദൈവം പ്രാപ്തിയാക്കി. 12-ാം വർഷം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ തന്നെ ഈ സഭ ഏറ്റെടുക്ക, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ തന്നെ നടത്തിക്കോളാൻ പറഞ്ഞ ആ സഭകളും ആ ഹോളും എല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ഒരു ദൈവം അവന്റെ മുഖത്തേക്ക് നോക്കി
ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ആ വ്യക്തിയെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചില്ലെന്ന് മാത്രമല്ല, പ്രകാശിതമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരല്പതും കൂടി പറയാം. ഞാനിവിടെ ഒരു കൊച്ചു സഭ തുടങ്ങി, 7 പേരെയും കൊണ്ടാണ് തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് 19 ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ പേര് IPC ബദേൽ എന്നാണ്. അവിടെയാണ് ഞാൻ പാസ്റ്ററായി കഴിഞ്ഞ 16 വർഷത്തോളം ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ആ സഭയ്ക്ക് ഒരു ഹോള് വന്നു. അപ്പോ ഇവിടെ ഹോളാക്കെന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. ദൈവമേ, എന്തോ ചെയ്യണം. ചെറിയ കൂടി അന്ന് ആദ്യം മെമ്പേഴ്സ് ഒന്നുമില്ല. അവരുടെ കയ്യിൽ നിന്നൊന്നും പിരിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ഞാൻ പോയൊരു സ്ഥലം കണ്ടു. ആ സ്ഥലവും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ബാങ്ക് മോർഗേജ് ചെയ്യത്തില്ല. കാരണം അത് അത്ര പരിതാപകരമാണ്. അത് ബിൽഡിങ് നല്ലതല്ലെങ്കിൽ ബാങ്ക് നമ്മൾക്ക് ലോൺ തരത്തില്ല. അപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇത് വേണം, ഇത് എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ കയറി വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന് ക്യാഷ് കൊടുക്കണം. ആ സ്ഥലത്തിന് 10 ഏക്കർ സ്ഥലമാണ് അതുള്ളത്. 10 ഏക്കറും ബിൽഡിങ്ങും കൂടെ ക്യാഷ് കൊടുക്കണം. ബാങ്ക് തരത്തുമില്ല. പിന്നെ ഇവിടുത്തെ ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം 3-4 പേരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. എനിക്ക് കടം തന്നു. ഞാൻ പറഞ്ഞ ദിവസം എനിക്കത് വാങ്ങുവാൻ ദൈവം ശക്തനാക്കി. അതെ, $1 ലക്ഷം, $2 ലക്ഷം ഒക്കെ കടം തരിക എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശിയെ കണ്ടോട്ടെ. തരിക എന്ന് പറഞ്ഞാൽ എന്തോ വിശ്വസിച്ചുകൊണ്ടാണ് തരുന്നത്. ദൈവം എന്നും ജീവിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം. നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരിക്കലും അയ്യോ നീ ഇങ്ങനെയാണല്ലോ, നിന്റെ കുഴപ്പമിന്നതാണല്ലോ എന്ന് പറയാതെ ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിനെയാണ് യേശു മുടിയൻപുത്രന്റെ കൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ നാളും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരിക്കൽ ഞാൻ ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യൂസ് കുടിക്കേണ്ടതിന് പകരം എടുത്തത് അതിനടുത്ത് അതേ മാതിരി ഇരിക്കുന്ന ഒരു കുപ്പി എടുത്ത് കുടിച്ചത് വിഷമായിപ്പോയി. ഉപവാസത്തിലിരിക്കുകയാണ്. 6-ാം ദിവസം ഏതാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബഹളം, വലിയ വിഷമം, വലിയ ബുദ്ധിമുട്ടി, ഇരിക്കാൻ വയ്യ, എണ്ണിക്കാൻ വയ്യ. ഏതായാലും ഞാൻ ഓർത്തു എന്ത് സംഭവിക്കട്ടെ, പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം പോയിസൺ കൺട്രോളുകാരെ വിളിച്ചപ്പോൾ അവർ ചോദിക്കുന്നു, നീ ജീവനോടുകൂടെ ഉണ്ടോ എന്നാണ്. എന്റെ 2 കുഞ്ഞുങ്ങളും മെഡിക്കൽ നടത്തമാണ്. അവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടറോട് ചെന്ന് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് പിറ്റേ ദിവസം ചെന്നാൽ അദ്ദേഹം എന്നെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ആയി, നീ ജീവിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. ആ വിഷം കുടിച്ചാൽ ഇറങ്ങിപ്പോകുന്ന തൊണ്ട മുഴുവൻ ബേണാകും, കുടല് പോകും, കിഡ്നി പോകും, ആമാശയം പോകും, മുഴുവൻ പോകും. എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ദൈവം എന്നെ അന്നും സൂക്ഷിക്കുന്നു, ഇന്നും സൂക്ഷിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമുക്ക് മരണകരമായി എന്തു കുടിച്ചാലും ഹാനി വരികില്ല. അതെടുത്ത് കുടിക്കാനല്ല, അബദ്ധം പറ്റി കുടിച്ചതാണ്. പക്ഷേ ജീവിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. എനിക്ക് പല ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഒരു വലിയ മരം വെട്ടുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് മാറാൻ. ഞാനൊരു ശകലം വാങ്ങി. പക്ഷെ ഞാൻ മാറിയ സ്ഥലത്തേക്കാണ് ഒരു വലിയൊരു റാഞ്ചിങ്ങോട്ട് എന്റെ തലയിൽ വീഴാൻ. ഒരു 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 1/2 ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ ഞാൻ കുഞ്ഞത് കൊണ്ടാണ് ആ തടി അതുപോലെ എന്റെ തലയിൽ വിളിക്കുന്നത്. ഇപ്പോഴും അതെനിക്ക് കാണാനോ ശ്രദ്ധിക്കുവാനോ നോക്കുവാനോ ചിന്തിക്കുവാനോ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. എനിക്ക് 2 വർഷം മുമ്പേ പെട്ടെന്ന് ഒരു നെഞ്ചിനൊരു അസ്വസ്ഥതയുണ്ടായി. അത് ഞാൻ കാര്യമാക്കിയില്ല, കാരണം വെളിയിൽ ആഹാരം കഴിച്ചതുകൊണ്ട് ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. പിറ്റേ ദിവസം അതുപോലെ ഒരു വേദന വന്നു. അതൊരു ശകലം അധികമായി വന്നു. എനിക്ക് 70 വയസ്സുണ്ടെങ്കിലും ഞാൻ എൻ്റെ ശരീരത്തിന്റെ വെയിറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എക്സസൈസ് ചെയ്യും. അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, വലിയ ഷുഗർ ഇല്ലായിരുന്നു അന്ന്. ബ്ലഡ് പ്രഷറും കൺട്രോൾഡ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ജിമ്മിലൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട്
കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ച് ഡോക്ടർ എടുത്തിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ആൻജിയോഗ്രാം ചെയ്യാം, നിനക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷെ അവരെ എക്കോ എടുത്തപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ കണ്ടിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കാം, ഒരു ആൻജിയോഗ്രാം ചെയ്തേക്കാം, ചിലപ്പം 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. ആൻജിയോഗ്രാം ചെയ്തു. 15 മിനിറ്റ് എന്നുള്ളത് 3.5 മണിക്കൂർ. അവര് നോക്കിയപ്പോൾ 3 ബ്ലോക്ക്, അത് 98. ഞാൻ അങ്ങനെ അതെല്ലാം സ്റ്റെൻഡ് ഇട്ടു. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, ഞാനൊരു നിരീശ്വരവാദിയാണ്, നിന്റെ കണ്ടീഷനിൽ നീ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പ്രത്യേകിച്ച് നീ പറയുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ 1/2 മണിക്കൂർ നീന്തുക, സൈക്കിള് ചവിട്ടുക, അതുപോലെയുള്ള ജിമ്മിൽ പോയുള്ള എക്സസൈസ് ചെയ്താൽ നീ പണ്ടേ ചത്തു വീഴുണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു നീ പറയുന്നത് പോലെ ഒരു സൂപ്പർ പവർ നിന്നെ വാച്ച് ചെയ്തെന്ന് ഒരിക്കലല്ല 3 പ്രാവശ്യം പറഞ്ഞു. മെഡിക്കൽ സയൻസിന് ഇത് അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ശരിയാണ്, ഞാനൊരു പാസ്റ്ററാണ്, എന്റെ ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ആ ഡോക്ടർ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ഇറിറ്റേഷനും ഉണ്ടായി, നിനക്ക് ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? നമ്മൾക്ക് അതിനെക്കുറിച്ച് ബോധവാനല്ലെങ്കിലും ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തയെന്ന് പറയുന്നത്, വേദപുസ്തകം പറയുന്നത് പോലെ, അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അത്ര വിശാലമായ നന്മയ്ക്കായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഏതുവിധ പ്രശ്നമാണെങ്കിലും എങ്ങനെയുള്ളതാണെങ്കിലും നമ്മുടെ ദൈവത്താൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നും തന്നെയില്ല. ഇനിയും ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദൈവം എത്ര കാര്യമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ഭാര്യയ്ക്ക് ഒരു മേജർ ഓപ്പറേഷനാണ്, ഹോസ്പിറ്റലിൽ കിടക്കുക. അന്ന് ഞാൻ വെസ്റ്റ് മിനിസ്റ്ററിൽ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ഹീബ്രു എക്സാമിന്റെ ഫൈനലാണ്. ഹീബ്രു എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. അതിന്റെ ഫൈനൽ എക്സാം, അതിന് ഞാൻ പാസ്സായില്ലെങ്കിൽ ആ വർഷം എനിക്ക് MDH ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ വിഷമിച്ചു. കർത്താവേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അത് മുഴുവൻ കാണാതെ പഠിക്കണം, ബാക്കി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. രോഗിയായി സെല്ലിൻ ആശുപത്രിയിലായിരിക്കുന്നുണ്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ അപ്പനും അമ്മയും ഒന്നും നോക്കാനില്ല, ഭർത്താവും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരാൾ രോഗിയായാൽ ആശുപത്രിയിൽ നോക്കാനും പിടിക്കാനും ഒക്കെ. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട്, കർത്താവ്, എന്റെ ഒരു വർഷം നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് ഭാരപ്പെട്ട് ഒരു കസാരയിൽ ഇരിക്കുന്ന ഉറങ്ങിപ്പോയി. ഹോസ്പിറ്റലിന്റെ റൂമിലാണ്. പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം വന്ന് ഞാൻ അതിന് പേര് കൊടുക്കേ. അതെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ ആ പണ്ടതെല്ലാം എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് നേരം വെളുത്ത് ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ഞാൻ വിശ്വസിച്ചു ഇതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഹീബ്രുവില്. അവിടെ ചെന്നപ്പോ എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിരിക്കുന്നത്. എനിക്ക് 89 മാർക്കുണ്ട് ഫൈനൽ എക്സാമിന്. എനിക്കറിയത്തില്ല ഇത് ദൈവം തന്നതാണോ വേറെ എവിടുന്നാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, അത് മാനുഷികമായി ബുദ്ധിക്ക് അപ്പുറമാണ്. അത് പറഞ്ഞാൽ ആരും ഏറ്റെടുക്കത്തുമില്ല. നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുമോ, ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരുമോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് ഉത്തരമില്ല. പക്ഷെ എനിക്കൊരു ഉത്തരമുണ്ട്. ഏകദേശം 5-6 ദിവസം ഹോസ്പിറ്റലായിരുന്നു എനിക്ക് പഠിക്കാൻ സന്ദർഭമില്ലായിരുന്നപ്പോ എന്റെ ദൈവം എന്നെ സഹായിക്കുവാൻ അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തു ആ വർഷം. അതുകൊണ്ട് എനിക്ക് 1 വർഷം ഞാൻ സേവ് ചെയ്തു. എല്ലാവിധമായ കാര്യങ്ങളിലും കർത്താവിന്റെ കരുണ നമ്മളോട് കൂടെ ഉണ്ടായി. ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അനുഭവം പറഞ്ഞാൽ വളരെ കൂടുതൽ. കഴിഞ്ഞ 84 വർഷം വിശ്വാസത്തിൽ മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടാൻ വളരെയധികം മിനിസ്റ്റർ ചെയ്യുവാൻ എനിക്ക് കർത്താവ് ശ്രമിച്ചിട്ടുണ്ട്. അനേകരെ കെട്ടിച്ചു കൊടുക്കുവാൻ, അനേകരെ പഠിപ്പിക്കുവാൻ, അനേകർക്ക് ചാരിറ്റി കൊടുക്കുവാൻ ഒക്കെയും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു സഭ വിസിറ്റ് ചെയ്യുകയോ ഒരാളോട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവമായ കർത്താവിൻ്റെ ഉള്ള വിശ്വാസത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാനൊരു 20 പേരെങ്കിലും സ്പോൺസർ ചെയ്ത് വിസിറ്റിംഗ് വിസയിലും പഠിപ്പിക്കാനും മറ്റുമായി അമേരിക്കയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ദൈവം ചില കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഞാൻ ഇനിയും പറയാൻ പോകുന്ന അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല. എന്താണെന്നറിയാമോ? ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിന് വേദപുസ്തകത്തിലുള്ളൂ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, വിതയ്ക്കുന്നത് കുഴിയും എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കുകയും. എന്തിലാ പരീക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ദശാംശത്തിലും വഴിപാടില്ല. അത് കൊണ്ടുവന്നാൽ മാംസത്തിന്റെ കിളിവാതുകൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ കർത്താവിനെ ഞാൻ പരീക്ഷിച്ചു. ഞാൻ 10% അല്ല കൊടുക്കുന്നത്, 20% അല്ല കൊടുക്കുന്നത്, ഞാൻ അതിലൊക്കെ കൂടുതൽ കൊടുക്കും. ദൈവം ഇന്ന് വരെ മുട്ടില്ല, ഒരിക്കലും ഒരാളുടെയും മുൻപിൽ കൈനീട്ടാതെ. ഒരു സ്ഥലത്ത് പോലും ഈ 41 വർഷമായിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് പറയാതെ, എന്റെ ആവശ്യം മാത്രമല്ല, അനേക പാവങ്ങളെ സഹായിക്കുവാൻ, കെട്ടിച്ചു വിടുവാൻ, പഠിപ്പിക്കുവാൻ, മറ്റു വിധത്തിൽ സഹായിക്കുവാൻ എന്റെ ദൈവം എന്നെ പ്രാപ്തി നൽകിയത്. കൊടുപ്പീൻ കിട്ടുമെന്ന് നമുക്കെല്ലാം കിട്ടിയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്നത്. നോക്കൂ, അനേകരും വാരിക്കോരി കൊടുക്കും. എന്നാൽ എത്ര കൊടുത്തു എന്നുള്ളതല്ല, നിനക്ക് എങ്ങനെ എന്തു കൊടുക്കാൻ പറ്റുമെന്നാണ് ദൈവം നോക്കുന്നത്. വിധവയുടെ 2 കാശ് ആണ് കർത്താവ് വലിയ കാര്യമായിട്ട് പറഞ്ഞത്. നീ വാരിക്കോരി കൊടുക്കാൻ നിനക്കില്ലെങ്കിൽ നീ അത് കൊടുക്കണ്ട. നിനക്ക് കൊടുക്കുവാൻ കഴിയുന്നത് നീ കൊടുക്ക. നമുക്ക് ഇന്ത്യയിലെ ഞാൻ കടന്നു വരുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, അമേരിക്കക്കാരെ ഓരോ മണിക്കൂറും ജോലി ചെയ്താലേ പണം കിട്ടത്തുള്ളൂ. അവരത് ദശാംശം കൊടുത്തിട്ടാണ് ഇന്ത്യയിലത്തെ മിനിസ്ട്രിക്കൊക്കെ അവരെ സഹായിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ എന്ത് പണമാണെന്നറിയാമോ? നിങ്ങൾ ഒരു സാരിക്കടയിലേക്ക് ഒന്ന് കയറിച്ചല്ല, അവിടെ എടുക്കുന്നവര് സാരി എടുക്കുന്നത് എത്ര എണ്ണമാണ്, എങ്ങനെയെല്ലാം എടുക്കുന്നത്. പക്ഷെ അവരൊന്നും ദൈവവേലയ്ക്ക് വേണ്ടി കൈവിട്ട് കൊടുക്കുന്നത് ഞാൻ കാണാറില്ല. അന്നേരം അവർക്ക് പിടുത്തം, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ധാരാളിത്തം. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നാം ദൈവത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ ദൈവം നിന്നെ മാനിക്കും. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി വിട്ടിട്ട് 7 വർഷം കാനഡയിൽ പോയി പ്രവർത്തിച്ചു. ഇവിടെ അമേരിക്കയിലെ വലിയ ചർച്ചിലായിരുന്നപ്പോൾ ആ സഭയിലെ ഒരു നിയമമുണ്ട്, ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഭാര്യ പാർട്ട് ടൈം ജോലി ചെയ്തു. കാരണം ഇൻഷുറൻസിന് വേണ്ടി, ക്യാൻസർ വന്നതുകൊണ്ട് ഇൻഷുറൻസിന് വേണ്ടി അതൊരു ലിമിറ്റഡ് ഇൻകമേ ലഭിക്കുള്ളൂ. അത്രയൊന്നും ലഭിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ ഒന്നും സഹായിക്കാമോ? നമ്മുടെ കയ്യിൽ 10 പണം അധികം വരികയോ ചെയ്യില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യുവാൻ ദൈവം മറ്റു മാർഗങ്ങളുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ മാനിച്ചാൽ അവൻ നിങ്ങളെ മാനിക്കും. അവന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, അവന്റെ സന്നിധാനത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളെ ഒരു നാളും ലജ്ജിപ്പിക്കയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? അത് പണം കൊണ്ടായിരിക്കട്ടെ, വിദ്യാഭ്യാസം കൊണ്ടായിരിക്കട്ടെ, അത് വേറെ എന്തുമാകട്ടെ, നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും. നീതി എന്താ? ഇത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 33, 34 വാക്യം. ദൈവത്തിന്റെ രാജ്യം, അതെല്ലാം നമ്മൾ അന്വേഷിക്കും. ദൈവരാജ്യമാണ് നമ്മുടെ ഇഷ്ടം. പക്ഷെ അതിന്റെ നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആക്ഷനേ ഉള്ളൂ. അതാണ് 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ കർത്താവ് ചുരുക്കമായി പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ റിയാക്ഷൻ, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെയാണ് നമ്മൾ ആരാണെന്ന് നമ്മളോട് മുമ്പിൽ തെളിയിക്കുന്നത്. അത് ദൈവം വെച്ചിരിക്കുന്ന അവന്റെ പ്രമാണങ്ങളാണ് നാം പാലിക്കുന്നതെങ്കിൽ ഉറപ്പായി ഞാനൊരു കാര്യം പറയാം, നിന്റെ ജീവിതത്തിൽ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. അവൻ അതോടുകൂടെ സകലതും നൽകും. ഞാൻ എന്റെ വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്താണ് കർത്താവ് പറഞ്ഞത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വചനം നീ ധ്യാനിയില്. എങ്ങനെ ധ്യാനിക്കണം? സന്തോഷത്തോട് ധ്യാനിക്കുന്നവൻ അത്യധികത്തിൽ നിൽക്കുന്ന പക്ഷം പോലെയാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിൽ നീ ആശ്രയിച്ചാൽ
എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. നിന്നെ ലജ്ജിപ്പിക്കാത്ത, നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്താത്ത, അത് ആത്മീയത്തിൽ, അത് ശാരീരികമായി, അത് ബുദ്ധിപരമായി, അത് ഭൗതികമായി നിന്നെ മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഏത് സമയത്തും നമുക്ക് കൂട്ടുകാരനായി, മാതാവിനേക്കാൾ പിതാവിനേക്കാൾ, ഏത് കൂട്ടുകാരേക്കാൾ അധികമായി നമ്മുടെ അരികിൽ കടന്നു വന്നിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണം, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ താങ്ങും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു കർത്താവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരട്ടെ. അവന്റെ മുഖത്തേക്ക് നോക്കിയവരെ അവൻ ലജ്ജിപ്പിക്കയില്ല. അവരുടെ മുഖം പ്രകാശിതമാക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് എന്റെ സാക്ഷ്യം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയുകയാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം ധാരാളമായ അനുഗ്രഹം നൽകട്ടെ. ഈ വേദപുസ്തകത്തിന്റെ ഈ ചെറിയ തത്വങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എനിക്ക് ചെയ്തു തന്ന കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാണ്, വാക്കുമാറുന്നവനല്ല, പോഷിക്കുവാൻ കഴിയാത്തവനുമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ഇന്നും ജീവിക്കുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ, അവനിൽ ആശ്രയിക്കുന്നവരെ തന്നിത്തവരെ അപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് മഹത്വം കരുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച പാസ്റ്റർക്കും ഈ അരോമ ടിവിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KC ചാക്കോ അവറുകൾ. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു യാക്കോബായ കുടുംബത്തിൽ 9 മക്കളിൽ 7ാമത്തവനായിട്ട് ജനിച്ചു. ഇശായി കുടുംബത്തിൽ ഇശായി തൻ്റെ മക്കളെ എല്ലാവരെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദിൻ്റെ കാര്യം അവിടെ എടുത്തു പറയുന്നില്ല. ദാവീദിനെ അവിടെ ഒഴിവാക്കി. സ്വന്തം കുടുംബത്തിൽ ദാവീദിന് നേരിട്ട ആ അനുഭവം വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. പക്ഷേ ദൈവം ദാവീദിനെ മുന്നമേ കണ്ടിരുന്നു. ദൈവം ദാവീദിനെ മുന്നമേ തിരഞ്ഞെടുത്തിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ അത് പിതാവിനോ സഹോദരങ്ങൾക്കോ കുടുംബക്കാർക്കോ ആർക്കും തന്നെ അതിനെ തടയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഇശായിയും തൻ്റെ മൂത്ത മക്കളും ഒക്കെ ദാവീദിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, ഒഴിവാക്കിയതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ദൈവം ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ ഒഴിവാക്കി ദാവീദിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ കുറിച്ച് വീട്ടുകാരുടെയൊക്കെ ഒരു താല്പര്യം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ കഴിവില്ലാത്തവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, നിന്നെ അതിന് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ അവിടെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ വലിയ പദ്ധതിയെ ഫലമേൽപ്പിക്കുവാൻ ഇടയായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട ആ അനുഭവത്തിൻ്റെ ആ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ശ്രേഷ്ഠകരമായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് തന്നെ കർത്താവ് തിരഞ്ഞെടുത്തു, കർത്താവിൻ്റെ വചനം ഫലമേൽപ്പിച്ചു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമുവേലിനോട് കൂടെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കാശ്മീരിലേക്ക് പോകുവാൻ, പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ വചനമൊക്കെ പഠിച്ച് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ച നടത്തിയ ആ നാൾ വഴികൾ എത്ര ശ്രേഷ്ഠകരമായിരുന്നു. പിന്നത്തേതിൽ ദൈവം പിന്നെയും ഓരോ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. കഴിഞ്ഞ 40-ലധികം വർഷമായി അമേരിക്കയിലും കാനഡയിലുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇന്ന് അവിടെ അറിയപ്പെടുന്നതായ പ്രസിദ്ധമായ ദൈവസഭയുടെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിലും ആ സഭകളുടെയൊക്കെ ശുശ്രൂഷകനായിരുന്നു എന്നുള്ളതും എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. കേരളത്തിൽ നിന്ന് കർത്താവ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ കർത്താവിനെ ഉയർത്തുവാൻ ആ അനുഭവങ്ങളൊക്കെ പ്രിയ KC ചാക്കോ പാസ്റ്റർക്ക് ദൈവം തന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ മാത്രമല്ല, ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ദൈവം തന്നതായ അത്ഭുതകരമായ രോഗസൗഖ്യമെന്ന് പറഞ്ഞ ആ വിഷയം ആമേന് എടുത്തു പറയേണ്ടുന്ന പല മേഖലകളുമുണ്ട്. എന്നാൽ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. കർത്താവിൻ്റെ വിടുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് അത് ഏറ്റവും ആമേൻ അനുഭവവേദ്യമാകുന്നത്.
അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ അതിനെ ആർക്കും ഖണ്ഡിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആമേൻ. വാത്സല്യ കുടുംബത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായിട്ട് പിന്നെ ഉപയോഗിക്കട്ടെ, സൗഖ്യാരോഗ്യ ദീർഘായുസ്സം തരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഈ ജീവിതാനുഭവങ്ങൾ അരോമ ടിവിയുടെ അനേക ശ്രോതാക്കൾക്ക് ആശ്വാസവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ പര്യാപ്തമായി തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. കർത്താവിൻ്റെ ദാസന് അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, അങ്ങയുടെ ഓമനപുത്രനെ ഞങ്ങൾക്ക് തന്നതോടുകൂടെ സകലതും നൽകാമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് ഈ TV-യിൽ കൂടെ ഞങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. അതിന് ചുമതല കൊടുക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമായി നീ നിലനിർത്തിയിരിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയാക്കിയതിന് അടിയനും നിന്നെ സ്തുതിക്കുന്നു. ഇത് കർത്താവെ, അനേകർക്ക് കേൾക്കുവാനും സന്തോഷിക്കുവാനും നിന്നിൽ ആശ്രയിക്കുവാനും നിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും അനേകർക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രസ്ഥാനത്തെയും കർത്താവെ താൻ ചെയ്യുന്ന പ്രവൃത്തിയെയും നീ അനുഗ്രഹിച്ച് അതിൻ്റെ ആത്മീയ, ശാരീരിക, ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും കൃപയും അതിന് വേണ്ടുന്നതായ എല്ലാ ആരോഗ്യവും അഭിഷേകവും കൊടുത്ത് നിന്റെ മക്കളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നടത്തണമേ, നിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവെ നല്ലവനും വിശ്വസ്തനും എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്രയ സഹായിക്കണമേ. തൻ്റെ പ്രവൃത്തിയിൽ വളരെ പ്രതിഫലം കൊടുത്ത് നീ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കുമെന്നുള്ളത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസ പാസ്റ്റർ KC ചാക്കോറുകൾ ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് പങ്കുവയ്ക്കുവാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിനെ കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം, aroma.tv.co.in. അതുപോലെ അരോമ ടിവിയുടെ നമ്പറിലേക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.